FIR നടപടിയിലൂടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPക്ക് വഴിവിട്ട സഹായം ചെയ്തു കൊടുത്ത് അവിടെ BJPക്ക് അനുകൂലമായ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കുന്ന നിമിഷം വരെ ഊണും ഉറക്കവുമില്ലാതെ നിന്ന് പ്രവർത്തിച്ച അധ്യക്ഷന്റെ പേരാണ് ജ്ഞാനേഷ് കുമാർ. ഇപ്പോൾ അവിടുത്തെ തൃണമൂൽ MP-മാർ, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ചു വന്ന തൃണമൂൽ MP-മാർ ഒന്നടങ്കം പാർട്ടി വിടുന്നു, അവർ NDA-യിലേക്ക് ചേക്കേറുന്നു, അവരെ അയോഗ്യരാക്കാതിരിക്കാൻ വേണ്ടി BJP-യിലേക്ക് പോകുന്നു എന്ന് പറയുമ്പോൾ അവർ 29-ൽ 20 പേർ പോയാൽ അയോഗ്യതയില്ല എന്ന് വിചാരിച്ചിരിക്കുന്ന സാഹചര്യമാണ്. അങ്ങനെ വരുമ്പോൾ BJP-യുടെ അംഗസംഖ്യ 240-ൽ നിന്നും 60-ആയി വർദ്ധിക്കുകയും കേവല ഭൂരിപക്ഷത്തിന്റെ അടുത്ത് എത്തി നിൽക്കുകയും ചെയ്യും എന്ന കണക്കൂട്ടലിലാണ് BJP നിൽക്കുന്നത്. ചുളുവിൽ ഒരു തെരഞ്ഞെടുപ്പിനെ പോലും നേരിടാതെ 20 അധികം MP-മാരെ BJP അവരുടെ അക്കൗണ്ടിലേക്ക് നേടിയെടുക്കുന്നു എന്നുള്ളത്. എന്നാൽ നിയമപരമായിട്ടുള്ള പോരാട്ടം നടത്താൻ കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആധിപത്യമുണ്ട് എന്ന് കരുതി എന്ത് തെമ്മാടിത്തരവും കാണിച്ചു കളയാം എന്ന വിചാരം, ഹുങ്ക്, അത് ശരിയായ രീതിയല്ല. കല്യാൺ ബാനർജിയും സൈനി ഘോഷും മഹുവ മൊയ്ത്രയും ഒക്കെ MP സ്ഥാനം രാജിവെച്ച് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ തയ്യാറായി നിൽക്കുന്നവരാണ്. അവർ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞു, തൃണമൂൽ അംഗത്വം ഞങ്ങൾ രാജിവെക്കുന്നതല്ല. ഞങ്ങളുടെ നേതാവായ മമതാ ബാനർജി വളരെ വൈകാതെ കോൺഗ്രസിലേക്ക് ചേക്കേറുന്ന സാഹചര്യം, അതിനു മുന്നോടിയായിട്ടുള്ള തീരുമാനം. എന്നാൽ പാർട്ടിയുടെ നേതാവിന്റെ പരിപൂർണമായി അവരുടെ ആജ്ഞാനുവൃത്തി അത് ലംഘിച്ചുകൊണ്ട് BJP-യിലേക്ക് ചേരുന്നത് ചട്ടലംഘനമാണ്. നിയമ പോരാട്ടം നടത്തി അവരെ അയോഗ്യരാക്കി അവർക്ക് ലോക്സഭാ വാതായനങ്ങൾ അടയ്ക്കുക എന്നുള്ള തീരുമാനത്തിലേക്ക് പോവുകയാണ്. നമുക്കറിയാം, അസൻസോളിലെ MP കൂടിയായിട്ടുള്ള ശത്രുഘ്നൻ സിൻഹയും പറഞ്ഞിരിക്കുന്നത് മമതാ ബാനർജി എന്ത് തീരുമാനമെടുക്കുമോ അതിനോടൊപ്പം സ്റ്റിക്ക് ഓൺ ചെയ്യാനാണ് പരിപൂർണമായി തനിക്ക് താല്പര്യം എന്ന് കൃത്യമായി ശത്രുഘ്നൻ സിൻഹ പറഞ്ഞു. നമുക്കറിയാം, നേരത്തെ 2014-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിലെ പട്ന സാഹിബിൽ നിന്നും BJP ടിക്കറ്റിൽ വിജയിച്ച വ്യക്തി പിന്നീട് അവിടെ രവിശങ്കർ പ്രസാദിനോട് പരാജിതനായി. പിന്നീട് അദ്ദേഹം മമതാ ബാനർജിയുടെ കാരുണ്യത്താൽ കൃത്യമായി അസൻസോളിലെ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ച് MP ആകുന്ന സാഹചര്യം ഉണ്ടായി. പിന്നീട് 2024-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ശത്രുഘ്നൻ സിൻഹ വിജയിച്ചു വരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. BJPക്ക് ബംഗാളിലെ ശക്തി ദുർഗം എന്ന് പറയുന്നത് പണ്ട് മുതലേ ഡാർജിലിംഗും അസൻസോളുമായിരുന്നു. മറ്റു ഭാഗങ്ങളിലേക്ക്, കൂച്ച് ബിഹാർ അടക്കമുള്ള മറ്റു ഭാഗങ്ങളിലേക്ക് പിടിച്ചു കയറിയത് കൃത്യമായിട്ടും അവിടെയുള്ള വോട്ടുകളിൽ 25% വോട്ടുകളും റദ്ദാക്കിക്കൊണ്ടുള്ള നീക്കമാണ്. തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനം നടത്തിയിരിക്കുന്നു എന്നുള്ളതും അതുപോലെ തന്നെ ലോക്സഭാ MP-മാർക്ക് വിപ്പ് നൽകുന്നു ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലും മമതാ ബാനർജിയും കോൺഗ്രസും കൂടിയാലോചനകൾ നടത്തുകയാണ്. താൽക്കാലികമായി കോൺഗ്രസിൽ ചേരാതെ തന്നെ കൃത്യമായി കോൺഗ്രസും മമതാ ബാനർജിയും യോജിച്ചെടുത്ത തീരുമാനമാണ് ആ 20 MP-മാർ അങ്ങനെ BJPക്ക് ചുളുവിൽ കിട്ടണ്ട